പക്ഷെ ഇന്ന് ഇതാ അത് ഉണങ്ങി കരിഞ്ഞ അവസ്ഥയിൽ എത്തി നിൽക്കുന്നു. സഹോദരങ്ങളെ, ഇതുതന്നെയല്ലേ ക്രിസ്ത്യാനിയുടെ അവസ്ഥ? നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അലങ്കരിച്ചു വെക്കാൻ കൊള്ളാം, സത്യമായി വ്യക്തമായി അതിന് പറഞ്ഞാൽ ലൈറ്റ് ഇട്ട് വെക്കാൻ മാത്രം കൊള്ളാം. ഇതാണ് ഇന്നത്തെ ക്രിസ്ത്യാനിയുടെ അവസ്ഥ. ഫലം പുറപ്പെടുന്നില്ല. വെട്ടിയെടുത്തു കൊണ്ടുവന്ന് എവിടെയൊക്കെയോ അലങ്കരിച്ചു വെക്കാനായിട്ട് മാത്രം അവനെ ഉപകരിക്കുന്നുള്ളൂ. അവനിൽ നിന്ന് ഫലം പുറപ്പെടുന്നില്ല. മറിച്ച് തുടർന്നുള്ള അവന്റെ ജീവിതാനുഭവങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഈ അലങ്കരിക്കപ്പെട്ട വ്യക്തി, കൂദാശകളാൽ അലങ്കരിക്കപ്പെട്ട വ്യക്തി തീർച്ചയായിട്ടും ഉണങ്ങി കരിഞ്ഞ് വാടിയിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നു. ഈ അലങ്കാരങ്ങളെ കൂദാശകളായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കണം. വിശുദ്ധ കുർബാനയും ആരാധനകളും കൗദാശിക ജീവിതവും മാമോദീസായും വിവാഹവും ഉൾപ്പെടെയുള്ള ദൈവികമായ കൂദാശകൾ സ്വീകരിച്ചൊരു വൃക്ഷമാണിത്. പക്ഷേ ഈ വൃക്ഷം അതിന്റെ ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ കരിഞ്ഞ് ഉണങ്ങി നിൽക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. സഹോദരങ്ങളെ, ഫലമില്ലാത്ത വൃക്ഷത്തിന്റെ ഗതി ഇതാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. യേശു ഈ വൃക്ഷത്തോട് ഇത്രമേൽ ശക്തമായി പ്രതികരിക്കാനുണ്ടായ ഒരു കാരണമെന്നത് ഇതിൽ നിന്ന് ഫലം പുറപ്പെട്ടില്ല എന്നത് തന്നെയാണ്. വെറുതെ ഫലം പുറപ്പെട്ടില്ല എന്നത് മാത്രമല്ല, ചുവട്ടിൽ പ്രാർത്ഥനയുണ്ട്, ചുവട്ടിൽ വചനവായനയുണ്ട്, പക്ഷേ വൃക്ഷത്തിൽ ഫലമില്ല എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഇത് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നാം ആകുന്ന ജീവിതത്തിൽ, നാം ആകുന്ന വ്യക്തിത്വത്തിൽ പ്രാർത്ഥനകളുടെയും വചനധ്യാനത്തിന്റെയും ഒക്കെ ഒരു അധര സേവയല്ല തമ്പുരാൻ ആഗ്രഹിക്കുക. മറിച്ച് ഇതിൽ നിന്ന് ഉൾക്കൊള്ളുന്ന ഫലം സ്വീകരിച്ചുകൊണ്ട്, ഇതിന്റെ സത്ത നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ഫലം പുറപ്പെടുവിക്കുന്ന ജീവിതാനുഭവത്തിലേക്ക് കടന്നു വരിക എന്നുള്ളതാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിനു വേണ്ടിയിട്ടാണ് നമ്മളെ ക്ഷണിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇതിന്റെ 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അതിൽ 2-3 സന്ദേശങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. 13-ാമത്തെ വാക്യത്തില്, ഇലകളുള്ള ഒരത്തിവൃക്ഷം ദൂരത്തു നിന്ന് കണ്ട് അതിലെന്തെങ്കിലും കണ്ടേക്കാമെന്ന് കരുതി അവൻ അടുത്തെത്തി. ഒരുപാട് കാര്യങ്ങൾ ഈ ഒരൊറ്റ വാക്യത്തിന്റെ ഉള്ളിൽ അടങ്ങിയിട്ടുണ്ട്. ഒന്ന്, അത് വളരെ ഇലക്കൊഴുപ്പുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇലക്കൊഴുപ്പ് ദൂരെ നിന്ന് കാണുമ്പോൾ അതിലൊരു പ്രതീക്ഷയുണ്ട്, ഈ ഇലകളുടെ ഉള്ളിൽ ഫലമുണ്ടാകുമെന്നുള്ളത്. പക്ഷേ അടുത്തു വന്ന് നോക്കിയപ്പോഴാണ് ഇലയുടെ ഉള്ളിൽ ഫലമില്ല എന്ന് കണ്ടത്. യേശുതമ്പുരാന് വളരെ പ്രതീക്ഷയോടെയാണ് ഈ അത്തിയെ സമീപിച്ചതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. വളരെ ഇലക്കൊഴുപ്പുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ അവൻ ഫലം പ്രതീക്ഷിച്ചു. സഹോദരങ്ങളെ, ഇലക്കൊഴുപ്പുണ്ടായിട്ട് കാര്യമില്ല, ഉള്ളിൽ ഫലമുണ്ടാകണം. ഇന്ന് പലപ്പോഴും ഇലക്കൊഴുപ്പുള്ള അനുഭവങ്ങൾ നമുക്കുണ്ട്, വളരെ തിങ്ങി നിറഞ്ഞ അനുഭവങ്ങൾ നമുക്കുണ്ട്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഫലം പുറപ്പെടുന്നില്ല. പ്രതീക്ഷയോടെ നമ്മളുടെ അടുക്കിലേക്ക് പലരും കടന്നു വരുന്നു. പുറമേ നിന്ന് നോക്കുമ്പോൾ നമ്മിൽ പലതും ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അടുത്തേക്ക് അടുക്കുമ്പോൾ നമ്മിൽ യഥാർത്ഥമായി ഉണ്ടാവേണ്ടത് ഇല്ല. ഇതാണ് നമ്മുടെ സ്വഭാവം. നമ്മുടെയൊക്കെ പ്രാർത്ഥന കണ്ടാൽ, പള്ളിയിൽ പോയിട്ടുള്ള നമ്മുടെ നിൽപ്പ് കണ്ടാൽ നമ്മളിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് ശക്തമായി തോന്നുന്നുണ്ട് ആളുകൾക്ക്. നമ്മളിൽ എന്തൊക്കെയോ ദൈവാനുഭവങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ അടുത്തേക്ക് അടുക്കുമ്പോഴാണ് അതിൻ്റെ അവസ്ഥ, യഥാർത്ഥമായ അവസ്ഥ, അതിൽ ശരിക്കും ഉണ്ടാകേണ്ടത് അതിലില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇലയല്ല കേട്ടോ, ഫലമാണ് ഒരു വൃക്ഷത്തിൽ യഥാർത്ഥമായിട്ടുണ്ടാകേണ്ടത്. അത് ഇല വേണ്ടെന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് ആ ഇലകളുടെ ഉള്ളിലെങ്കിലും ഫലത്തിന്റെ സാന്നിധ്യമാണ് ഉണ്ടാകേണ്ടത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പ്രതീക്ഷയോടെ നമ്മെ സമീപിക്കുന്നവർക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന ഫലം സ്വീകരിക്കുവാനായിട്ട് കഴിയണം. അത് ഭക്ഷിച്ച് മറ്റുള്ളവർക്ക് വിശപ്പ് അടക്കാനായിട്ട് കഴിയണം എന്നുള്ളതാണ്. വിശന്ന് നമ്മുടെ അടുത്തേക്ക് വരുന്ന, പ്രതീക്ഷയോടെ വരുന്ന പലർക്കും ഇന്ന് അവരുടെ വിശപ്പിനെ അടക്കാനുള്ളത് നമ്മിൽ നിന്ന് കിട്ടുന്നില്ല. ക്രിസ്തീയ ഗോളം മൊത്തത്തിൽ ധ്യാനിക്കേണ്ട ഒരു വിഷയമാണിത്. പലർക്കും പ്രതീക്ഷയുണ്ട്, ക്രിസ്ത്യാനിയുടെ അടുത്ത് വരുമ്പോൾ പലതും കിട്ടുമെന്ന്, ദൈവ സാന്നിധ്യം കിട്ടുമെന്ന്, പ്രാർത്ഥനാനുഭവം കിട്ടുമെന്ന്, മനസ്സിന് സന്തോഷവും സമാധാനവും കിട്ടുമെന്ന് പലർക്കും പ്രതീക്ഷയുണ്ട്. പക്ഷെ അവന്റെ അടുത്തേക്ക് കടന്നു വരുമ്പോൾ, അവനോട് ഏറ്റവും അടുത്ത് വരുമ്പോൾ അവന്റെ വിശപ്പിനെ ഇരട്ടിപ്പിക്കുന്ന അനുഭവങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരിക്കലും അവന്റെ വിശപ്പിനെ അടക്കുന്നതിനെ കൊടുക്കാൻ നമുക്ക് കഴിയാതെ പോവുകയാണ്. ഈ അടുത്ത കാലത്ത് കോളേജുകളിലൊക്കെ പഠിക്കുന്ന, പ്രത്യേകിച്ച് പ്രൊഫഷണൽ കോളേജുകളിലൊക്കെ പഠിക്കുന്ന ചില കുട്ടികളൊക്കെ എന്നെ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. ബൈബിൾ സംബന്ധമായ ചില സംശയങ്ങളൊക്കെ പലരും ചോദിക്കാറുമുണ്ട്. അവര് ചോദിക്കുന്നതിന്റെ കാരണം ഇതാണ്, അവരോട് മറ്റ് പല ആളുകളും ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു ബൈബിളിൽ നിന്ന്. അവര് വളരെ ആഗ്രഹത്തോടു കൂടിയാണ് ചോദിക്കുന്നത്. ദൈവത്തെക്കുറിച്ചും ദൈവസ്നേഹത്തെക്കുറിച്ചും വചനത്തിലെ ചില പ്രത്യേക വിഷയങ്ങളെക്കുറിച്ചും യേശു കുരിശിൽ മരിച്ചതിനെക്കുറിച്ച് ആഴമായി അറിയാനും ഒക്കെ പല മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ ഉൾപ്പെടെയുള്ളവര് നമ്മുടെ കുഞ്ഞുങ്ങളുടെ അടുക്കൽ വന്ന് ചോദിക്കാറുണ്ട്. ഓരോ കുഞ്ഞുങ്ങളോടും അത് ചോദിക്കുമ്പോൾ അവർക്ക് ഉത്തരം പറയാനായിട്ട് പലപ്പോഴും കഴിയുന്നില്ല.
വളരെ പ്രതീക്ഷയോടെ അടുത്തു വരുന്നു. പക്ഷേ പുറപ്പെടുന്നതോ വളരെ ദോഷകരമായത് തന്നെയാണ് നമ്മിൽ നിന്ന് പുറപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. നമ്മളെ കാണുമ്പോൾ നമ്മിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷെ നമ്മുടെ അടുത്തേക്ക് അടുക്കുമ്പോൾ നമ്മിൽ യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടത് ഇല്ല എന്ന് തിരിച്ചറിയുന്നു. ഇത് ക്രിസ്തു വളരെ വേദനയോടെ കാണുന്ന ഒരവസ്ഥയാണ്. സഹോദര, നിന്നെ കാണുമ്പോൾ ഒന്നും പ്രത്യേകിച്ച് തോന്നിയില്ലെങ്കിലും നിന്നിൽ നിന്ന് ഫലം പുറപ്പെടുന്ന അവസ്ഥ ഉണ്ടാകണമെന്നുള്ളതാണ് ക്രിസ്തു ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഉണ്ടാകാത്തത് കൊണ്ടാണ് ഈ അത്തിയെ ക്രിസ്തു ശപിക്കാനായിട്ടിടയായതെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രതീക്ഷയോടെ അവൻ അതിലേക്ക് അടുത്തു, പക്ഷേ അവിടെ അവന് ഫലം കണ്ടെത്താനായില്ല എന്നുള്ളത് തന്നെ. വീണ്ടും മൂന്നാമതായിട്ട് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അത് അത്തിവൃക്ഷത്തിന്റെ കാലമല്ലായിരുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. അതിൻ്റെ കാലത്ത് അത് ഫലം പുറപ്പെടുവിക്കാറുണ്ട് എന്നുള്ളതാണ്. അതിനിഷ്ടമുള്ള കാലത്ത് അല്ലെങ്കിൽ അതിന് ഫലം പുറപ്പെടുവിക്കേണ്ട സമയത്ത് അത് ഫലം പുറപ്പെടുവിക്കാറുണ്ട് എന്നുള്ളത് തന്നെയാണ്. അവിടെയാണ് ഏറ്റവും വേദന തോന്നുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത്. പലപ്പോഴും അതിൻ്റെ കാലമല്ലാഞ്ഞിട്ടും ക്രിസ്തു അതിനെ ശപിച്ചു എന്നുള്ളതാണ്. അത്തിവൃക്ഷത്തിന്റെ കാലമല്ലായിരുന്നല്ലോ. സഹോദരങ്ങളെ, ഇവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ ഒരു സംഭവത്തിന്റെ പ്രസക്തി ഏറ്റവും നിലനിൽക്കുന്നത്. വളരെ പ്രതീക്ഷയോടെ യേശു അതിൻ്റെ അടുത്തേക്ക് കടന്നു വന്നു. അതിലുണ്ടാകുമെന്ന് കരുതി. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവ സാന്നിധ്യത്തിൽ നമുക്ക് എപ്പോഴും ഫലം പുറപ്പെടുവിക്കാനായിട്ട് കഴിയണമെന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക കാലമോ പ്രത്യേക സമയമോ എന്നൊന്നില്ല. ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവൻ എപ്പോഴും ഫലം പുറപ്പെടുവിക്കാനായിട്ട് വിളിക്കപ്പെട്ടവനാണെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. പള്ളി വരുമ്പോൾ ഫലം പുറപ്പെടുവിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ജോലി സ്ഥലത്ത് ഫലം പുറപ്പെടുവിക്കേണ്ടതുണ്ട്. നമ്മൾ നമ്മുടെ കുടുംബത്തിൽ ഫലം പുറപ്പെടുവിക്കേണ്ടതുണ്ട്. നമ്മൾ ചെന്നെത്തുന്ന പ്രവർത്തിക്കുന്നത് ഏത് മേഖലയിലാണെങ്കിലും അവിടെയൊക്കെ നമ്മൾ ഫലം പുറപ്പെടുവിക്കേണ്ടതുണ്ട്. എനിക്കറിയാവുന്ന ഒരു വ്യക്തിയുണ്ട്, വളരെ പ്രാർത്ഥനയോട് ചേർന്ന് നിൽക്കുന്നു. പള്ളി എന്ന് പറഞ്ഞാൽ അയാൾക്ക് ജീവനാണ്. പള്ളിയിലെ കമ്മിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ബിസിനസ് ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ബിസിനസ്സിൽ 100% അഴിമതി മാത്രം പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഞാനിത് അദ്ദേഹത്തോട് നേരിട്ട് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരാൾ. ഞാൻ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഇത്രയും ദേവാലയവുമായിട്ടും പ്രാർത്ഥനയൊക്കെ ആയിട്ട് ചേർന്ന് നടന്നിട്ടും എന്തുകൊണ്ട് നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ ഇത്രയേറെ അഴിമതി പ്രവർത്തിക്കുന്നു, ഇത്രയേറെ പാപം ചെയ്യുന്നു? ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് അതിന് വളരെ വ്യക്തമായൊരു ഉത്തരം പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അച്ഛാ, പള്ളിയിലെ കാര്യങ്ങളൊക്കെ അതൊക്കെ അങ്ങനെയൊക്കെ നടക്കും, പക്ഷേ ഇത് നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ മനുഷ്യൻ ചില ന്യായീകരണങ്ങൾ അതിനെ കണ്ടെത്താനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ക്രിസ്തുവിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക്, ക്രിസ്തു പ്രതീക്ഷയോടെ നോക്കുന്ന ഒരു വ്യക്തിക്ക് പ്രത്യേകിച്ചൊരു കാലമൊന്നുമില്ല. അവൻ എല്ലാ കാലത്തും ഒരുപോലെ ഫലം പുറപ്പെടുവിക്കുന്നവനാകണമെന്നുള്ളതാണ്. എല്ലാ കാലത്തും അവനിൽ നിന്ന് പ്രതീക്ഷയോടുകൂടെ ഏത് സമയത്ത് കടന്നു വരുന്നോ അപ്പോൾ അവന് ഫലം കൊടുക്കാനായിട്ട് കഴിയണം. ഒരു ഡോക്ടറെ നമുക്കതിന് ഉദാഹരണമായിട്ട് കാണാം. ഒരു ഡോക്ടർ എന്ന കഥാപാത്രം തീർച്ചയായിട്ടും ഏത് സമയത്തും അവൻ ഡോക്ടറാണ്. കാരണം രാത്രിയിലെന്നില്ല, പകലെന്നില്ല, ജീവിതത്തിന്റെ ഏത് സമയങ്ങളിലെന്നില്ല, ഏത് തിരക്കുകളെന്നില്ല, ഒരു രോഗിക്ക് അവനെ കൊണ്ട് ആവശ്യമായി വന്നാൽ തീർച്ചയായിട്ടും ആ ഡോക്ടർക്ക് സമയമോ സാഹചര്യമോ സന്ദർഭമോ നോക്കാതെ അദ്ദേഹത്തിന്റെ ഫലം പുറപ്പെടുവിക്കേണ്ടി വരും. ഇത് തന്നെയാണ് ഒരു ക്രിസ്ത്യാനിയുടെ വിളി. ഉറക്കത്തിലെന്നില്ല, ഉണർവിലെന്നില്ല, രാത്രിയിലെന്നില്ല, പകലിലെന്നില്ല, ജീവിതത്തിൽ വീട്ടിലെന്നില്ല, പുറത്തൊന്നില്ല, ദേവാലയത്തിലെന്നില്ല, ബിസിനസ് സ്ഥാപനത്തിലെന്നില്ല, എവിടെ തന്നെ ആയിരുന്നാലും കാലമോ മറ്റ് സമയമോ ഒന്നും വ്യത്യാസമില്ലാതെ ഏതു സമയത്തും ഒരേപോലെ പ്രതീക്ഷയോടെ വരുന്നവന്റെ വിശപ്പടക്കാനുള്ള ഫലം കൊടുക്കാൻ സന്നദ്ധനായ ഒരു വ്യക്തിയായിട്ട് മാറണം ക്രിസ്ത്യാനി എന്നുള്ള സന്ദേശമാണ് ഇതിലൂടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ക്രിസ്തു വളരെ പ്രതീക്ഷയോടെ നമ്മുടെ അടുത്തേക്ക് കടന്നു വരുന്നുണ്ട്. നമ്മുടെ ഇലക്കൊഴുപ്പ് കണ്ട്, നമ്മുടെ പുറമെയുള്ള പലതും കണ്ട് വളരെ ആഗ്രഹത്തോടെ അവൻ നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരുന്നുണ്ട്. ക്രിസ്തുവിന്റെ പ്രതീക്ഷയ്ക്ക് ഒത്തവണ്ണം അവൻ അടുത്തു വന്ന് നമ്മിൽ നിന്ന് ഫലം പറിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനെ നമ്മളിൽ നിന്ന് പുറപ്പെടുവിക്കുവാനായിട്ട് കഴിയണമെന്നുള്ള സന്ദേശമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്കിന്ന് പ്രധാനമായിട്ടും നൽകാൻ ആഗ്രഹിക്കുന്നത്. കർത്താവ് അവസാനം ഇങ്ങനെയാണ് പറയുന്നത്, നിന്നിൽ നിന്ന് ഇനി ആരും ഒരു നാളും ഫലം ഭക്ഷിക്കാതിരിക്കട്ടെ എന്ന്. ഇന്ന് പല കുടുംബങ്ങളിലേക്കും തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഈ കരിഞ്ഞുണങ്ങിയ ഒരു ജീവിതാവസ്ഥയാണ്. ഈ അവസ്ഥകളിലേക്ക് നോക്കിക്കൊണ്ട് കർത്താവ് പറയുന്ന ഒരു കാര്യമാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഫലം പുറപ്പെടുവിക്കാത്ത ഒരു ജീവിതാവസ്ഥ നമ്മളിൽ ഉള്ളത് കൊണ്ടാണ് ഈ കരിഞ്ഞുണങ്ങിയ അനുഭവം നമ്മൾ സംഭവിക്കുന്നത് എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ ബന്ധങ്ങളിൽ ഈ ഉണങ്ങിയ അനുഭവങ്ങൾ നമുക്ക് സ്വീകരിക്കേണ്ടി വരുന്നതിൻ്റെ അടിസ്ഥാനപരമായ കാരണം
കരിഞ്ഞുണങ്ങിയ അനുഭവം നമ്മളിലുള്ളത് തന്നെയാണ്. അതിൻ്റെ കാരണം ഇതാണ്, നാം ഇതിൽ നിന്ന് ഫലം പുറപ്പെടുന്നില്ല എന്നുള്ളത് തന്നെ. ആകയാൽ ദൈവകാര്യങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കുന്ന ആത്മീയതയിലേക്ക് കടന്നു വരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. പുറമേ നിന്ന് നമ്മെ നോക്കുമ്പോൾ തോന്നുന്ന പ്രതീക്ഷ നമ്മുടെ അടുത്തു വരുമ്പോഴും തീർച്ചയായിട്ടും അത് ഉണ്ടാകട്ടെ. നമ്മുടെ അടുത്തു വരുമ്പോൾ നമ്മിൽ നിന്ന് ഫലം പുറപ്പെടട്ടെ. അതിനായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. കാരുണ്യവാനായ കർത്താവേ, അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിച്ചു തരട്ടെ. നാഥ, ഇന്ന് ഞങ്ങളുടെ ജീവിതാവസ്ഥ ഈ അത്തിയുടേതുപോലെയാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. നാഥ, ഫലം പുറപ്പെടാത്ത അനുഭവം ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. ചുവട്ടിൽ പ്രാർത്ഥനയുണ്ട്, വചനവായനയുണ്ട്, പക്ഷേ ഞാനാകുന്ന വൃക്ഷത്തിൽ നിന്ന് ഫലം പുറപ്പെടാത്ത അവസ്ഥ ഉണ്ട്. നാഥ, അങ്ങയോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തി കാലത്തിനതീതനായി ഫലം പുറപ്പെടുവിക്കേണ്ടവനാണ് എന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകിയല്ലോ. അങ്ങ് പ്രതീക്ഷയോടെ ഞങ്ങളെ എപ്പോഴും നോക്കുന്നുണ്ട്. അത് ഏതെങ്കിലും ഒരു പ്രത്യേക കാലത്തിലല്ല നോക്കുന്നത്, മറിച്ച് എന്നും എപ്പോഴും ഞങ്ങളായിരിക്കുന്ന ഓരോ സാഹചര്യങ്ങളിലും അവിടുന്ന് ഞങ്ങളെ പ്രതീക്ഷയോടെ നോക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ വചനത്തിലൂടെ തിരിച്ചറിയുന്നു. അത് അങ്ങയുടെ പ്രതീക്ഷയ്ക്കൊത്ത ഫലം പുറപ്പെടുവിക്കുന്നവരായി വളരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ, ഒരുക്കണമേ. അമ്മേ, മാതാവിശുദ്ധന്മാരെ, പിതാക്കന്മാരെ, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ.